കോഴിക്കോട് കാട്ടിലപ്പീടികയിൽ കാർ ഇടിച്ച് ബൈക്ക് യാത്രികരായ യുവാക്കൾക്ക് പരിക്കേറ്റു. കൊയിലാണ്ടി സ്വദേശികളായ ആദർശ്, ആൽവിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അതിൻ്റെ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. എന്തിനാണ് ആ കാർ അങ്ങനെ വഴിതിരിഞ്ഞെന്നറിയില്ല. ദിലീഷ തിലകൻ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നിരുന്നു. ദിലീഷ, പിന്നിപ്പോകുന്ന കാർ പെട്ടെന്ന് ഇടത് സൈഡിലേക്ക് വഴുതി മാറുന്നത് കാണുന്നു. ഇടിക്കാൻ തന്നെ തീരുമാനിച്ചതോ അതിന് ഡ്രൈവർക്ക് പിഴവ് പറ്റിയോ? എന്താ? ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ വൈകിട്ട് ഏകദേശം 6:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് അമിത വേഗതയിലെത്തിയ കാറാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാകും ആ കാർ അമിത വേഗതയിലാണ് വരുന്നത്. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ബൈക്ക് യാത്രികരെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. ഈ ബൈക്ക് പൂർണ്ണമായിട്ടും കാറിനടിയിൽ പെട്ട് അമർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ഒരു സംഭവത്തിൽ കൊയിലാണ്ടി സ്വദേശികളായിട്ടുള്ള ആദർശ്, ആൽവിൻ എന്നീ 2 യുവാക്കൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ സമീപ പ്രദേശത്ത് തന്നെയുള്ള യുവാക്കളാണ്. ഇവരെ നാട്ടുകാർ ചേർന്നാണ് ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നല്ല ഗുരുതരമായിട്ടുള്ള പരിക്ക് ഉണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കാറിൻ്റെ നിയന്ത്രണം വിടുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അമിത വേഗതയിൽ വന്ന കാറാണ്. യുവാക്കൾ ഒരു വശത്തോടുകൂടി പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. എന്തായാലും മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഇടിച്ച് തെറിപ്പിക്കാതെ ആ കാറ് പെട്ടെന്ന് അവിടെ നിന്നു എന്നുള്ളതാണ്. വലിയൊരു അപകടം അവിടെ ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഓക്കെ, താങ്ക് യു ദിലീഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.